ഇവിടെ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേജ്രിവാളിൻ്റെ ഖാലിസ്ഥാൻ ബന്ധം, ആം ആദ്മി പാർട്ടിയുടെ ഖാലിസ്ഥാൻ ബന്ധം. അത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ പഞ്ചാബ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നത്, ഇവർക്ക് വേണ്ടി വാദഗതികൾ ഉന്നയിച്ചിരുന്നവർ, അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ പഞ്ചാബിലെ ആം ആദ്മി നേതാക്കന്മാരൊക്കെ ഉയർത്തിയിരുന്ന മുദ്രാവാക്യം അതൊക്കെ ഖാലിസ്ഥാൻ വാദത്തിന് സമാനമായ ഒന്നായിരുന്നില്ലേ? അത്തരത്തിലുള്ള വിഘടനവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ശബ്ദം ഉയർത്തിക്കൊണ്ടാണ് അവർ പഞ്ചാബിൽ മത്സരിച്ചത്. പഞ്ചാബിൻ്റെ മണ്ണിൽ അത്തരത്തിലുള്ള വാദഗതികൾക്ക് കുറച്ചൊക്കെ ഇന്നും സ്ഥാനമുണ്ട് എന്നത് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത്. പഴയ കാലത്ത് പാകിസ്ഥാൻ എയ്ഡഡ് ആയിരുന്നു ഖാലിസ്ഥാൻ വാദം. നമ്മൾ ഓർക്കണം, 80s അവിടെ അന്ന് നാട് മുഴുവൻ ഖാലിസ്ഥാൻ വാദികൾ ഇറങ്ങി നടന്ന് ഹിന്ദുക്കളെ മുഴുവൻ കൊന്നൊടുക്കിയ ഒരു ചരിത്രമുണ്ട്. ഡൽഹിയിലൊക്കെ എത്രയോ പേരുടെ കൊലപാതകത്തിന് അവർ വഴിവെച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൻ്റെ പിന്നിൽ പോലും, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് പിന്നിൽ പോലും ഉണ്ടായിരുന്നത് ഖാലിസ്ഥാനാണ് എന്നത് നമ്മൾ ഖാലിസ്ഥാൻ വാദികളാണ് എന്നത് ചരിത്രം മറക്കരുത്. എന്നിട്ട് ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ നാണമില്ലാതെ ലജ്ജയില്ലാതെ ഈ ആം ആദ്മിക്കാരനെയും കേജ്രിവാളിനെയും പിന്തുണയ്ക്കുക. ഇന്ദിരാഗാന്ധിയെ കൊന്ന ഖാലിസ്ഥാൻ വാദികളുടെ വക്താക്കള് ഖാലിസ്ഥാനിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് നാട്ടിലെ മുഴുവൻ പാട്ടായ ശേഷവും ഈ കോൺഗ്രസ്സുകാർ ഈ ആം ആദ്മിക്കാർക്ക് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്യുക. ഇന്ദിരാഗാന്ധിയുടെ ആത്മാവ് പോലും അവരോട് ക്ഷമിക്കുമോ, സഹിക്കുമോ? എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ ചിന്തിക്കേണ്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇവർ വിഘടനവാദ നിലപാടാണ് എടുക്കുന്ന പല സ്ഥലത്തും. ഖാലിസ്ഥാന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ നിലപാടാണത്. ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്നുള്ള നിലപാടാണത്. അതിന് അവരുടെ അച്ചാരം വാങ്ങി, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി, അവരുടെ സഹായം തേടിയവര് അവരെ ഏത് നിലയിലാണ് രാജ്യം കാണേണ്ടത് എന്നതും കൂടി വിലയിരുത്താനുള്ള മുഹൂർത്തമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേജ്രിവാളിൻ്റെ അറസ്റ്റോട് കൂടിയിട്ട് അതിനൊരു പുതിയ മാനം വന്നിട്ടുണ്ട്. ഏതായാലും ഖാലിസ്ഥാൻ വാദികളായ കാനഡയിലെയും മറ്റും ഖാലിസ്ഥാൻ്റെ പ്രൊപ്പഗൻഡിസ്റ്റായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള മൊഴികളും സാക്ഷിമൊഴികളും ഒക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് കേജ്രിവാളിന് പുതിയ ഒരു അധ്യായം കൂടി കേസുകളിൽ തുടങ്ങി വയ്ക്കാൻ കഴിയും എന്ന് മാത്രമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ.